പല്ലവി എന്ന് പറഞ്ഞ സിനിമ ഈ കൂട്ടായ്മ പലരുടെയും അഭിപ്രായം വളരെ കൂട്ടായ്മയുടെ ഞാൻ തെറ്റാക്കാരനാണ്, തെറ്റില്ല. പക്ഷെ ഒരു വാക്ക് മാറ്റണം ഞാൻ പറ്റില്ല. അവള് പൊന്നാനിക്കാൻ DP ചെയ്തത് അതിന് തയ്യാറായി എന്നെ കണ്ടിട്ടാണ്. അപ്പൊ ഞാനതിന് പരമാവധി ആത്മാർത്ഥ കാണിച്ചു. എത്രത്തിൽ തോറ്റ് ആദ്യം തോറ്റ് പിന്നെ പാസ്സായി വരുന്ന ആൾക്ക് ഇത്രയും കഴിയും. നമസ്കാരം. ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ മലയാളിയുടെ ചുണ്ടിൽ എന്നും തത്തിക്കളിക്കുന്ന വരികളാണിത്. പല്ലവി എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. എന്നാൽ ഈ മനോഹര ഗാനത്തിന് വരികൾ എഴുതിയ പരത്തുള്ളി രവീന്ദ്രൻ എന്ന രവീന്ദ്രൻ മാഷ് ഇപ്പോൾ എവിടെയാണ്? സിനിമാ മേഖല അദ്ദേഹത്തെ മറന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് പരത്തുള്ളി രവീന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രവീന്ദ്രൻ മാസ്റ്ററെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് 1977 പല്ലവി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ദേവി ക്ഷേത്ര നടയിൽ എന്ന ഗാനം മലയാളിയുടെ മനസ്സിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ആ പാട്ടെഴുതിയ പരത്തുള്ളി രവീന്ദ്രനെ മലയാള സിനിമാ ലോകം എന്നേ മറന്നു കഴിഞ്ഞിരിക്കുന്നു. യേശുദാസിന് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത കവി ഇപ്പോൾ തന്റെ വാടക വീട്ടിൽ ആരോടും യാതൊരു പരിഭവമില്ലാതെ ഒതുങ്ങി ജീവിക്കുകയാണ്. എന്നാൽ ഇന്നും പല്ലവി എന്ന സിനിമയെക്കുറിച്ചും ആ ഗാനത്തെക്കുറിച്ചും പറയുമ്പോൾ 100 നാക്കാണ് അദ്ദേഹത്തിന്. ദേവി ക്ഷേത്രയില് ഓരോ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ആപ്റ്റാണ്. ദേവി ക്ഷേത്രയിൽ അവിടെ കൊടുത്തത് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് ഉപയോഗിക്കാനും പാടുള്ളൂ. അപ്പൊ ദേവി ക്ഷേത്രം എങ്ങനെയാണ്, അതെങ്ങനെ ആയിട്ടുണ്ടായി, എങ്ങനെ സിനിമയിലുണ്ടായി, എങ്ങനെ പിന്നെ അത് ജനങ്ങളിൽ പകർത്തി, ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ പൊട്ടേക്കാട് പറഞ്ഞ TP ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാട്ട് സാധനം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറയും. ഈ പാട്ടിന്റെ കാര്യത്തിലൊരു അഭിപ്രായം അത് ആ സിനിമയുടെ കാര്യത്തിൽ തന്നെ. അപ്പൊ അത് നിങ്ങളുടെ ഇതിൽ വിട്ടിരുന്നു. എല്ലാ സ്വാതന്ത്ര്യം ഡയറക്ടർക്കും ഒക്കെ വിട്ടിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വിലക്കെട്ടുള്ള കാര്യത്തിന് ആ പറഞ്ഞു തന്നെ. അപ്പോ അതിൽ ഓരോ സാധനം ദേവി ക്ഷേത്രങ്ങളിലും കിരാവിന്റെ പിന്നെ അത് വസ്ത്രം മാത്രം കന്നാലെ പാടി പിന്നാലെ. പക്ഷെ അത് ധാരണ പറഞ്ഞതായിരിക്കും. അപ്പൊ അത് ഭാസ്കരൻ മാറ്റുന്നത് എല്ലാവരെയും തിരിച്ച് ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ആ സിനിമ. പല്ലവി എന്ന് പറഞ്ഞ സിനിമ ഈ കൂട്ടായ്മ പലരുടെയും അഭിപ്രായം വളരെ കൂട്ടായ്മയുടെ ഫലം. ശരി, അതില് തിരക്കഥയും സംഭാഷണവും കഥയൊക്കെ അച്ഛന്റെ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പാട്ടിലേക്ക് എങ്ങനെയാ വരുന്നത്? ഈ പാട്ട് കാരണം ഭാസ്കരൻ മാഷെ പോലുള്ള എഴുത്തുകാര് വളർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് അതിനിടയിൽ ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ആ പാട്ട് കേട്ടിട്ടുള്ള പലരും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടുണ്ടാവും. പേര് കണ്ട അത് ഭാസ്കരൻ മാഷാണ്. അതാണ് അതൊക്കെ നമ്മുടെ ഈ ഫീൽഡിന്റെ സ്വഭാവങ്ങളാണ്. സ്വഭാവം മാറ്റാൻ പറ്റരുത്. ആ സ്വഭാവം ഫീൽഡിന്റെ സ്വഭാവം കാണിക്കും. തന്റെ നിലപാടുകളിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാത്ത പരത്തുള്ളി രവീന്ദ്രന് താൻ എഴുതിയ പാട്ടിൽ നിന്ന് ഒരു വരി മാറ്റാൻ പറഞ്ഞതിന് സംഗീത സംവിധായകനുമായി കലഹിച്ച ചരിത്രവുമുണ്ട്. ഇതോടെ മലയാള സിനിമാ ലോകത്ത് ധിക്കാരി എന്നൊരു വിളിപ്പേരും അദ്ദേഹം സ്വന്തമാക്കി. തന്റെ സിനിമാ ഭാഗ്യപരീക്ഷണങ്ങൾക്കിടയിൽ ഒരുപക്ഷെ വിലങ്ങുതടിയായിരിക്കുക ഈ വിളിപ്പേരായിരിക്കുമെന്ന് ഒരു ചെറു ചിരിയോടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞാൻ തെറ്റാക്കാരനാണ്, തെറ്റില്ല. പക്ഷെ ഒരു വാക്ക് മാറ്റണം ഞാൻ പറ്റില്ല. അവള് അത് ഞാൻ എൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതല്ല, അതായത് ആ ഒരു അഭിപ്രായം സിനിമാ ലോകത്ത് എല്ലാവർക്കും വേണം കാരണം ആ ഒരു അഭിപ്രായമാണോ ഒരു പക്ഷേ ആളുകള് അതന്നെ ആ പുറത്തൊക്കെ പുറത്തുനിന്ന് പറയുന്ന അവരുടെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. പിന്നെ അന്ന് 1.5 ലക്ഷം ഉറുപ്പിക ഉണ്ടായാൽ മതി പടരെടുക്കാൻ. ഇന്ന് സ്വപ്നം കണ്ടാൽ മതി. അപ്പൊ 1.5 ലക്ഷം ഉറുപ്പിക ചെലവാക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറായിരുന്നാണ് ആഴ്ച പൊന്നാനിക്കാൻ DP ചെയ്തത്. അതിന് തയ്യാറായി എന്നെ കണ്ടിട്ടാണ്. അപ്പൊ ഞാനൊരു പരമാവധി ആത്മാർത്ഥ കാണിച്ചു.
അതൊക്കെ പറ്റുള്ളൂ. ആത്മാർത്ഥത കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ ആ, ആത്മാർത്ഥത കാണിച്ചത് അബദ്ധമായി തോന്നി. പറ്റും. അബദ്ധമായി. അതാണ് സിനിമാ ലോകത്തിന്റെ ഒരു അവസ്ഥയാണ്. ആത്മാർത്ഥത വേണ്ട, വേണ്ട, അത്ര അധികം വേണ്ട. ആത്മാർത്ഥത വേണ്ട എന്ന് സിനിമാ ലോകം പറയും. തനിക്ക് ലഭിക്കാതെ പോയ അവസരങ്ങളോർത്ത് വിഷമിക്കാതെ, ആരോടും യാതൊരു പരാതിയും പരിഭവവുമില്ലാതെ, സിനിമാ ലോകം തനിക്ക് നൽകിയത് അത്രയും നേട്ടങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ജപിക്കുകയാണ് ഇന്ന് ഈ മനുഷ്യൻ. ഇല്ല, ഇനി അതായത് ഈ ഞാൻ വേണ്ടമായി തെറ്റിക്കപ്പെടുന്ന ഒരു വിശ്വാസം എനിക്ക്. എത്ര തോറ്റ് ആദ്യം തോറ്റ് പിന്നെ പാസ്സായി വരുന്ന ആൾക്ക് ഇത്രയും കഴിയും. ഇത്രേ കഴിയുള്ളൂ. ആ അപ്പൊ വേണ്ടത്ര അംഗീകാരം കിട്ടിയെന്ന് തന്നെയാണ്. ആ എന്താ വേണ്ടത്ര ആരും അവാർഡ് കിട്ടി, ആ അവാർഡിനല്ലേ. അപ്പൊ അതൊരു കിട്ടിയത് പോരാന്ന് അഭിപ്രായമില്ല. ഇല്ലേ, കിട്ടിയത് കൊണ്ട് സന്തോഷം. കിട്ടിയത് ജാസ്തിയാണെന്നുള്ള അഭിപ്രായമാണ്. പോരാനൊരു അഭിപ്രായമില്ല. ഇല്ല, ജാസ്തിയാണ് ഒരഭിപ്രായം. എനിക്ക് യോഗ്യതല്ല ഇല്ല. അതിന് ഈ അത് കിട്ടിയത് എന്തായാലും അത് ജാസ്തിയാണ്.